ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇല്ലേ, ഇന്ന് നമുക്ക് അവരെയൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നട്ട് ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഓർക്കിഡിൻ്റെ പ്ലാന്റ്സും കൂടി ഉണ്ടായിരുന്നു. അത് ഞാനല്ല നട്ട് കൊടുക്കുന്നത്, അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം ഓർക്കിഡ് ഒന്നും നട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഓർക്കിഡ് നടാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓൾറെഡി ഞാൻ നട്ട് വെച്ചിരുന്ന 10 മണിയുടെ ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ 10 മണി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചട്ടി എടുക്കുന്നത്. കാര്യം വേറെ വലിയ പോട്ട്സൊന്നും നമ്മുടെ കയ്യിലില്ല, കുഞ്ഞു പോട്ട്സാണ്. അപ്പോൾ ഓർക്കിഡ് ആകുമ്പം കുറച്ച് വലിയ പോട്ട് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനകത്തുള്ള 10 മണിയും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ഗാർഡനിങ് തുടങ്ങിയ ടൈമിൽ നട്ട് വെച്ചതാട്ടോ. അതിന് കാണാനും ഉണ്ട്, ആ മണ്ണുണ്ടോ അതിനൊരു അനക്കം പോലും ഇല്ല, അത്രയ്ക്ക് ഹാർഡായിട്ടാണ് അതിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 പോട്ടുള്ള 10 മണി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇനി മൂന്നാമത്തെ പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സമയത്ത് പല വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കാട് പോലെ പിടിച്ച് വന്നപ്പോഴത്തേക്കിന് പല വീട്ടിൽ നിന്ന് ഒഴിവാക്കി റോഡ് സൈഡിലൊക്കെ കിടക്കുന്നതായിരുന്നത്. അപ്പം എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നിടത്ത് റോഡ് സൈഡിൽ നിന്നതാണ് ഈ ഒരു പ്ലാന്റ്. അപ്പം ഞാൻ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ് ഇത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാവരുടെ കയ്യിലും ആയിരിക്കുന്നത് ഇഷ്ടംപോലെ കേട്ടൊരു പ്ലാന്റാണിത്. അപ്പം അതും ഞാൻ ഒഴിവാക്കുകയാണ്. കാര്യം അത് ഭയങ്കര കുറച്ചധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ എല്ലാ പോട്ടും നല്ല രീതിക്ക് കഴുകി അതിൻ്റെ ഡ്രെയിനേജൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഓപ്പണൊക്കെ ആക്കി അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് സ്പോൺസർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അമ്മയുടെ സൗകര്യം പോലെ നട്ടോളൂ. അപ്പം നടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയുടെ വീട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അമ്മ ഓർക്കിഡൊക്കെ നല്ല രീതിയിൽ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. തൊണ്ടും കരിക്കട്ടയൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലപോലെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ ഓർക്കിഡൊക്കെ ഫ്ലവർ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാമേ. അപ്പോൾ ഈ ഓർക്കിഡ് വന്നപ്പം ഇതിൽ 2 എണ്ണത്തിൽ ഇങ്ങനെ ഷൂട്ട് വന്നിട്ട് ഫ്ലവർ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഓർക്കിഡ് നട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഈ പ്ലാന്റ് നട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് കളയണോ വേണ്ടയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലവർ ഒഴിവാക്കാം. ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. വേറെ പ്ലാന്റ്സിനെ നമ്മൾ കട്ട് ചെയ്താൽ ഓർക്കിഡിനെ പറ്റിയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.